വധശ്രമ കേസിൽ വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിന് മുമ്പാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 2 ജാമ്യം തള്ളിയത്. കഴിഞ്ഞ മാസം വീട് വളഞ്ഞ് സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശത്തേക്കൊക്കെ വെടിവെച്ചിട്ടാണ് വലിയൊരു ക്രമസമാധാനം തന്നെ തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വട്ടിയൂർക്കാവ് സി അടക്കം ആകാശത്ത് വെടിവെച്ചിട്ടാണ് സുഗതനെയൊക്കെ വീട് കയറി വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെ തുടർന്ന് ഒരു സംഘർഷമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ 2-3 ദിവസത്തിന് മുമ്പാണ് വെയ്യൂർ ജയിലിൽ നിന്നും സുഗതനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വട്ടിയൂർക്കാവ് ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പ്രശ്നം CPM-ഉമായും BJP-യുമായും ഒരു പ്രശ്നമുണ്ടായി. അതിൽ സുഗതൻ ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലാണ് സുഗതനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. പക്ഷെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ചെറിയ രീതിയിലുള്ള ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി മെഡിക്കൽ എടുക്കാനും പറഞ്ഞു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റുകൾ അവിടെ സംഭവിക്കുന്നു. അതായത് ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണോ സുഗതനെ കൊണ്ടുവരുന്നത് അവരാണ് മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ വട്ടിയൂർക്കാവ് CA അവിടെ എത്തുകയും വട്ടിയൂർക്കാവ് CAയുടെ വാഹനത്തിൽ തന്നെ കയറ്റി മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ അത് എന്തുകൊണ്ട് അങ്ങനെ നടന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നൊക്കെ കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിക്കുകയുണ്ടായി. കാരണം CA അല്ലെങ്കിൽ SI നേരിട്ടെത്തി അതിനൊരു അഭിപ്രായം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം നൽകണം എന്നൊക്കെ നെടുമങ്ങാട് കോടതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ വെച്ചിട്ട് മോശമായ രീതിയിൽ അത് പോലീസ് വാഹനത്തിൽ വെച്ച് വട്ടിയൂർക്കാവ് SI പെരുമാറി എന്നൊക്കെ സുഗതൻ പറഞ്ഞു. ഇതിൽ വട്ടിയൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ആക്രമണത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ ഇരുമ്പ് കമ്പി എവിടെ, അതായത് ആയുധം തെളിവെടുക്കേണ്ടതുണ്ട്, അത് ആയുധം എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ചോദിച്ചത്. പക്ഷേ 2 ദിവസത്തെ കസ്റ്റഡി ഒന്നും തരാൻ പറ്റില്ല. കാരണം പോലീസ് മോശമായി പെരുമാറിയ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ കൂടെ 2 ദിവസം വിടുന്നത് പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയുടെ സുരക്ഷയ്ക്ക് വലിയൊരു കോട്ടം തട്ടും എന്നതുകൊണ്ട് തന്നെ 5 മണിക്കൂറാണ് അന്ന് നെടുമങ്ങാട് പോലീസ് സമയം അനുവദിച്ചത്. 5:30 കോടതിയിൽ ഹാജരാക്കണമെന്നൊരു നിർദ്ദേശം നൽകി. അതിൽ വട്ടിയൂർക്കാവ് SI അടക്കമുള്ളവർ സുഗതനെ തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ ആയുധം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആയുധം അറിയില്ല, കാരണം ഞാൻ ആരെയും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ആയുധം എടുത്ത് തരും, അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ആയുധം കണ്ടെടുത്ത് നിങ്ങൾക്ക് തരും എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ അവിടെ ആയുധമൊന്നും ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കോടതിയുടെ മുമ്പാകെ വട്ടിയൂർക്കാവ് ഉദ്യോഗസ്ഥർ പറയുന്നത്, പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് സുഗതൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ തെളിവെടുപ്പിനോട് സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുഗതന്റെ അഭിഭാഷകൻ പറയുന്നത് സുഗതൻ ആരെയും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ആയുധമാണ്, എന്താണെന്നൊക്കെ അറിയാലോ, ആയുധം എവിടെയെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനാണ് പോലീസ് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. കൂടാതെ ഈ സമയത്ത് വട്ടിയൂർക്കാവിലെ SI ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സന്ദർഭവും കോടതി വലിയ രീതിയിലുള്ള മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട്. വട്ടിയൂർക്കാവിനടുത്തുള്ള ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ്, ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് സുഗതൻ ഇപ്പോൾ പ്രതിയായിട്ട് നിൽക്കുന്നത്. ഈ കേസിൽ ഹൈക്കോടതി സുഗതന് ജാമ്യം അനുവദിച്ചിരുന്നില്ല. തുടർന്ന് ഇയാൾ വട്ടിയൂർക്കാവ് SHOയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. എന്നാൽ സുഗതൻ ഹാജരായില്ല. തുടർന്നാണ് വട്ടിയൂർക്കാവിലുള്ള വീട്ടിൽ നിന്നും സുഗതനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്വാഭാവികമായി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആദ്യം നോട്ടീസ് നൽകണം, നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുക്കേണ്ട രീതിയാണ് ഉണ്ടായത്. പക്ഷേ സുഗതൻ കേസിലെ പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഗതൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഹാജരാവില്ല എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്ന് വീട് വളഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് ഒരു അന്തരീക്ഷത്തിൽ സുഗതനെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ പോലീസിനെ ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് വീണ്ടും ഒരു കേസ് സുഗതന്റെ പേരിൽ എടുക്കുകയായിരുന്നു. ഈ കേസിൽ സുഗതന് കോടതി ജാമ്യം നൽകില്ല. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് സുഗതൻ. 2019 ഓഗസ്റ്റ് 25-ന് ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ചതിന് മനഃപൂർവ്വമില്ലാത്ത നരഹത്യാ ശ്രമം, 2023 ജൂലൈ 20-ന് മറ്റൊരാളെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങളും വീടും ആക്രമിച്ച് തകർത്തു. 2023 ജൂലൈ 17-ന് ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചു. കൂടാതെ 2025 മാർച്ച് 14-ന് ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമില്ലാത്ത നരഹത്യാ കുറ്റം, 2025 ജൂലൈ 25-ന് സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന് ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ് ഉൾപ്പെടെ 2026 ഫെബ്രുവരി 2-ന് അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയെന്ന കേസിലും സുഗതനെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്.